ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റിംഗ്, എസ്റ്റിമേഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റിംഗ്, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ? എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ മലയാളം അർത്ഥം തന്നെ അനുമാനിക്കൽ എന്നാണ്, അനുമാനം. അപ്പം ഒരു പ്രൊഡക്റ്റ് കേസിൽ അത് എന്താ പറയുക, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ എത്ര ചിലവാകും, ഓക്കെ, ഫാക്ടറി എക്സ്പെൻസ് എത്രയാവും, റോ മെറ്റീരിയൽ എത്രയാവും, അങ്ങനെയുള്ളൊരു ഏകദേശം ഒരു അനുമാനിക്കലാണ് എസ്റ്റിമേഷൻ എന്നൊന്നും ഉദ്ദേശിക്കുക. വിശദമായിട്ട് നമ്മൾ ടേബിളിൽ നിന്ന് പറയാം. ഇനി കോസ്റ്റിംഗ് എന്ന് വെച്ചാലോ, ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തതിന് ശേഷം നമുക്കറിയാം എന്തൊക്കെ ചിലവായി, എത്ര മെഷീനിങ് ടൈം ചിലവായി, എത്ര റോ മെറ്റീരിയൽ ചിലവായി, എത്ര വർക്ക് ചിലവായി, ലേബർ ചാർജ് എത്ര ചിലവായി, ഇതൊക്കെ അറിയാം. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് എത്ര രൂപയ്ക്ക് പുറത്ത് വിൽക്കാൻ പറ്റും. അപ്പോൾ അതാണ് കോസ്റ്റിംഗ് എന്ന് പറയുക. അടിസ്ഥാനപരമായിട്ട് എസ്റ്റിമേഷൻ എന്താണ്, കോസ്റ്റിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം, വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, എസ്റ്റിമേഷൻ ഇസ് എ കാൽക്കുലേഷൻ ഓഫ് ഫാക്ടറി കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ബിഫോർ ഇറ്റ് ഈസ് ആക്ച്വലി പ്രൊഡ്യൂസ്ഡ്. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന്, ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പുതിയ പ്ലാനാണ് എഴുതുക, ഒരു പുതിയ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള പ്ലാനാണ് എഴുതുക. അപ്പോൾ അത് ആ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഫാക്ടറി കോസ്റ്റ്, അതായത് അത് ഉണ്ടാക്കാൻ എത്ര രൂപ ചിലവാകുമെന്നുള്ള എസ്റ്റിമേഷൻ, അനുമാനിക്കലാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇനി കോസ്റ്റിംഗ് എന്ന് വെച്ചാലോ, ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് മാനുഫാക്ചേർഡ്. അതായത് ചിലപ്പോൾ നമ്മുടെ എസ്റ്റിമേഷനിൽ നിന്ന് കുറച്ച് മാറാം. നമ്മൾ ലേബർ ചാർജ് കൂട്ടുന്നത് ചിലപ്പോൾ ചെറിയ എറേഴ്സൊക്കെ വരാം. അപ്പോൾ ആക്ച്വൽ കേസിൽ ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞ് അപ്പം എല്ലാ കാൽക്കുലേഷൻസും ക്ലിയർ ആണ്, എന്തൊക്കെ എക്സ്പെൻസ് ആയെന്ന് ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആ പ്രോഡക്റ്റിന് എത്ര രൂപ ചിലവായി പ്ലസ് പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയുക. ഇനി അടുത്തത്, എസ്റ്റിമേറ്റിംഗ് ഇൻഡിക്കേറ്റ്സ് വെദർ ഇറ്റ് വുഡ് ബി പ്രോഫിറ്റബിൾ ടു മാനുഫാക്ചർ എ പ്രോഡക്റ്റ് ഓർ ബൈ ഫ്രം ഔട്ട്സൈഡ്. അതായത് ഒരു പുതിയൊരു പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമുണ്ട്, ബൾക്ക് ക്വാണ്ടിറ്റി ആവശ്യമുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് പുറത്ത് അവൈലബിൾ ആണ്, പുറത്ത് തരാനുള്ള വെൻഡേഴ്സ് ഉണ്ട്, നമുക്കത് വാങ്ങണോ അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണോ, ഏതാണ് കമ്പനിയെ സംബന്ധിച്ച് പ്രോഫിറ്റബിൾ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് നെട്ടും ബോൾട്ടിൻ്റെ കേസ് എടുക്കുക. ഇപ്പോൾ നെട്ടും ബോൾട്ടും മാസ് ക്വാണ്ടിറ്റി വേണമെന്ന് കരുതുക. മാസ് ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, പുറത്തുനിന്ന് വെൻഡർ അടുത്തുനിന്ന് എടുക്കാതെ നമ്മൾ സ്വന്തമായിട്ട് മെഷീൻസ് വെച്ച് മാനുഫാക്ചർ ചെയ്യുക. അങ്ങനെ നമുക്ക് എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ പറ്റും, പുറത്തുനിന്ന് വാങ്ങുന്നതിനൊക്കെ എത്രത്തോളം ലാഭത്തിൽ നമ്മുടെ അടുത്ത് നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഇനി വേറൊരു കേസുണ്ട്, അത് ഈ ചില ക്വാണ്ടിറ്റി വളരെ കുറച്ചേ ആവശ്യമുള്ളൂ, മൈനറായിട്ടേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ മൈനറായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ അതിൻ്റെ മെഷീൻ സെറ്റപ്പ്, ഫ്ലോറ്, വർക്ക്ഷോപ്പുകൾ സെറ്റ് ചെയ്യുക, ഇവയൊക്കെ ചെയ്യുന്നതിന് ലാഭകരം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി പുറത്തുനിന്ന് വാങ്ങുന്നതാണ്. അപ്പോൾ വാങ്ങുന്നതാണോ അല്ലെങ്കിൽ ഫാക്ടറിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ, സെൽഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ പ്രോഫിറ്റബിൾ എന്ന് നമുക്ക് എസ്റ്റിമേഷനിലൂടെ മനസ്സിലാക്കാം. ഇനി കോസ്റ്റിംഗ് ടെൽസ് us ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ആഫ്റ്റർ ഇറ്റ്സ് പ്രൊഡക്ഷൻ. അതായത് കോസ്റ്റിങ്ങിൽ ഇപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു യൂണിറ്റിന് 50 രൂപയെന്ന് എഴുതുക. അപ്പോൾ നമുക്ക് 50 രൂപയെന്ന് നമുക്ക് കൃത്യം കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം അത് എത്രയ്ക്ക് വിൽക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഇത് വിറ്റാൽ ഇത്ര യൂണിറ്റ്സ് ചിലവുണ്ടാവും, ഇതിന് ഡിമാൻഡ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡക്റ്റിന് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടുമെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. അടുത്തത്, എസ്റ്റിമേഷൻ റിക്വയേഴ്സ് ടെക്നിക്കൽ നോളജ്. അതായത് എസ്റ്റിമേഷനൊക്കെ പ്യുവർ ഇമാജിനേഷൻ ബേസ്ഡ് കാര്യങ്ങളാണ്. അതായത് പുതിയൊരു കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യാൻ അതിൻ്റെ മെഷീനിങ് ടൈം എത്രയാവും, വർക്ക് എത്രയാവും, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു എസ്റ്റിമേഷൻ ബേസ്ഡ് കാൽക്കുലേഷനാണ്. അപ്പം നല്ല ടെക്നിക്കൽ നോളജ് എസ്റ്റിമേഷൻ്റെ കേസിൽ ആവശ്യമാണ്. ഇനി കോസ്റ്റിംഗ് റിക്വയർസ് ഓൺലി ക്ലറിക്കൽ വർക്ക് ഓഫ് അക്കൗണ്ടൻസ്. അതായത് ഇപ്പം ഒരു കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് ഒരു യൂണിറ്റിന് എത്ര ലേബർ കോസ്റ്റ് ആവും, എത്ര മെറ്റീരിയൽ കോസ്റ്റ് ആവും, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും, ഡാറ്റ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ഡാറ്റ അവൈലബിൾ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ക്ലറിക്കൽ വർക്കിലൂടെ നമുക്ക് കോസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാം. അടുത്തത്, എസ്റ്റിമേഷൻ ഈസ് പ്രീ ഓപ്പറേഷൻ.
അതായത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഓപ്പറേഷനാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേഷനാണ്. പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തതിന് ശേഷമുള്ള ഓപ്പറേഷനാണ് കോസ്റ്റിംഗ്. അപ്പോൾ എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ഇവയെ സംബന്ധിച്ചുള്ള ഡിഫറൻസ് എന്താണ് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നോക്കാം, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റിംഗ്. കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ കമ്പയർ ആക്ച്വൽ കോസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. അതായത് എസ്റ്റിമേഷനിലൂടെ ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എസ്റ്റിമേഷൻ നടത്തും. പിന്നെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് കോസ്റ്റിംഗ് ചെയ്യും. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റും. അത് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഇനി അടുത്തത് ടു ഡിറ്റക്ട് സ്ക്രാപ്പ് ആൻഡ് അൺഡിസൈറബിൾ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇംപ്രൂവ് എക്കണോമി. അതായത് ഒരു മെറ്റീരിയൽ, ഇപ്പോൾ റോ മെറ്റീരിയൽ വാങ്ങിക്കഴിഞ്ഞാൽ റോ മെറ്റീരിയലിന് എത്ര പോർഷൻ വേസ്റ്റ് ആവുന്നുണ്ട്, ഇനി നമ്മൾ കണക്കിൽപ്പെടാതെ അല്ലെങ്കിൽ നമ്മുടെ കണക്കിൽപ്പെടാത്ത എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഉണ്ടോ, ഇനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കോസ്റ്റിങ്ങിൽ നമ്മൾ കൂട്ടണം. ഇപ്പോൾ റോ മെറ്റീരിയൽ വേസ്റ്റ് ആയത് നമ്മൾ കോസ്റ്റിങ്ങിൽ കൂട്ടണം, അൺഡിസൈറബിൾ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ കോസ്റ്റിങ്ങിൽ കൂട്ടണം. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, ഇതൊന്നും നമുക്ക് റോ മെറ്റീരിയൽ എസ്റ്റിമേഷൻ്റെ സമയത്ത് അറിയത്തുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ കോസ്റ്റിങ്ങിൽ നമ്മളെ സഹായിക്കും. ഇനി ടു കാൽക്കുലേറ്റ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് എക്സ്പെൻസസ്. അപ്പോൾ എസ്റ്റിമേഷനിൽ നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു അറിവുണ്ടാവില്ല. കോസ്റ്റിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യാൻ എത്ര രൂപയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് പ്ലസ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കോസ്റ്റ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും. അടുത്തത് ടു ഡിറ്റർമൈൻ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞത്, അതായത് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ്, അത് ഫിക്സ് ചെയ്യാൻ പറ്റും. ടു പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതായത് ഇത് പ്രോഫിറ്റ് ആണോ, ഇത്ര കമ്പോണൻ്റ് ഉള്ളതുകൊണ്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഇനി അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റിൻ്റെയും ലോസിൻ്റെയും തോത് എത്ര പ്രോഫിറ്റ് കിട്ടി, ഇനി എത്ര ലോസായി, അതൊക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇനി അടുത്തത് ടു ഡിസൈഡ് മേക്ക് ഓർ ബൈ ഡിസിഷൻ. മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു കമ്പനീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ചില കമ്പോണൻറ്റ്, എല്ലാ കമ്പനി ആ കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവില്ല. പല കമ്പോണൻറ്റും പല വെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നതായിരിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആ കമ്പനിക്ക് അത്രയും മെഷീൻ സെറ്റപ്പ് ഒന്നും കാലാകാലം നിലനിർത്തേണ്ട, ആവശ്യമുള്ളിടത്തോളം കമ്മോഡിറ്റി വേണ്ട അളവിൽ വാങ്ങുന്നതിൽ സ്റ്റോർ ചെയ്യേണ്ട ചിലവില്ല, റസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്ട്രീം ക്വാണ്ടിറ്റി, അതായത് വളരെ ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിൽ കമ്പനിക്ക് അത് സ്വന്തം പ്ലാന്റിൽ തന്നെ മാനുഫാക്ചർ ചെയ്യണമെന്ന് തീരുമാനിക്കാം. അല്ലെങ്കിൽ വളരെ മൈനർ ക്വാണ്ടിറ്റിയാണ് വേണ്ടത്, റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ഔട്ട്സൈഡ് വെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാമെന്ന് തീരുമാനിക്കാം. അടുത്തത് ടു ഫോർമുലേറ്റ് ബഡ്ജറ്റ് പ്ലാൻസ്. അതായത് ഒരു പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ ഒരു നിശ്ചിത കാലത്തോട്ട് എത്ര വേണം, അതിനെത്ര കോസ്റ്റ് ആവും, ഇനി അതിൻ്റെ സ്റ്റോർ കീപ്പിംഗ്, ഈ വക കാര്യങ്ങൾ ചെയ്യാം. അതിനാണ് ബഡ്ജറ്റ് പ്ലാൻ എന്ന് പറയുക. ഇനി ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അതായത് നമ്മൾ എസ്റ്റിമേഷനുമായിട്ട് ബന്ധപ്പെടുത്ത ഇത് പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അത് ഒരു പ്രൊഡക്റ്റ് ഇപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ, നട്ടും ബോൾട്ടും ആയിക്കോട്ടെ, അത് മാനുഫാക്ചർ ചെയ്യാൻ സ്വന്തമായിട്ട് ചെയ്യാമെന്ന് കരുതുക. അപ്പം നമുക്ക് ഒരു ഡിസിഷൻ, അതായത് ആ കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിലോട്ട് ഇപ്പോൾ നിലവിലുള്ള ഫെസിലിറ്റീസ് കൂടാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ, ഇനി അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും നല്ല റിട്ടേൺസ് ഉണ്ടാകുമോ എന്ന് തീരുമാനിക്കാം. അതുകൊണ്ടാണ് ഇവിടെ ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അടുത്തത് ടു മെഷർ ദ എഫിഷ്യൻസി ഓഫ് ദ ഹോൾ ഫേം. ഇപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് അറിയാം, പ്രോഫിറ്റ് അറിയാം. അപ്പോൾ എഫിഷ്യൻസി എത്രത്തോളം ഒരു വർഷം എത്രത്തോളം പ്രോഫിറ്റ് ആ ഫേം ഓർ കമ്പനി ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും, കോസ്റ്റിങ്ങിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റും പ്രോഫിറ്റും കൂട്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് ഇടുന്നത്, സെല്ലിംഗ് പ്രൈസ് ഇടുന്നത്. അപ്പോൾ ആ സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസിൻ്റെ ഡിഫറൻസിലൂടെ നമുക്ക് പ്രോഫിറ്റ് കണക്കാക്കാൻ പറ്റും. അങ്ങനെ ആ ഫേമിൻ്റെ എഫിഷ്യൻസി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് ടു ഫിക്സ് വേജസ് ആൻഡ് ഇൻസെൻറ്റീവ്സ്. അതായത് ഒരു കമ്പനീനെ സംബന്ധിച്ച്, ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് അവിടെയുള്ള വർക്കേഴ്സിൻ്റെ വേജസ് ഒക്കെ ആ കമ്പനീൻ്റെ പ്രൊഡക്ഷനെയും പ്രോഫിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ വേജ് കൂടാതെ കൊടുക്കുന്ന അഡീഷണൽ ബോണസിനെയാണ് ഇൻസെൻറ്റീവ് എന്ന് പറയുക. അപ്പം നല്ല വിറ്റുവരവുള്ള കമ്പനിയാണ്, നല്ല ലാഭത്തിലോടുന്നൊരു കമ്പനിയാണെങ്കിൽ സ്വാഭാവികമായും ആ
പ്രോഫിറ്റിൻ്റെ ഒരു ശതമാനമായിരിക്കും, പ്രോഫിറ്റിൻ്റെ ഒരു സർട്ടൺ പെർസെൻ്റ് ആയിരിക്കും ഇൻസെൻറ്റീവ്സ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇൻസെൻറ്റീവ്സും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഈ പറഞ്ഞ നമ്മൾ എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് കണ്ടു, കമ്പാരിസൺ കണ്ടു, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റിംഗ് കണ്ടു. താങ്ക് യു.